നമസ്കാരം, ഞാൻ ഡോക്ടർ അപർണ. ഈ ചുമ വരുമ്പോൾ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ എളുപ്പമായിട്ട് ഉള്ള ഹോം റെമഡീസ് പറഞ്ഞു തരുമോ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ചുമ വന്നാലും നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഹോം റെമഡീസിലേക്ക് കടക്കാം. നമ്മുടെ ശരീരം നമ്മുടെ ശ്വാസനാളത്തിലെ തടസ്സങ്ങളൊക്കെ ഒഴിവാക്കി ശ്വാസത്തിന്റെ ഗതി സുഗമമാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു പ്രതിപ്രവർത്തനമാണ് ചുമ എന്ന് നമുക്ക് ചുരുക്കി പറയാം. ആദ്യത്തെ റെമഡി പറയാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് എടുക്കുക, നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇത് 1 ടീസ്പൂൺ തേനിൻ്റെ കൂടെയോ അതല്ലെങ്കിൽ നല്ല ശുദ്ധമായ നെയ്യുടെ കൂടെയോ ചേർത്തിട്ട് നമുക്ക് ദിവസത്തിൽ 2-3 നേരം ഇത് കഴിക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഭക്ഷണത്തിന് ശേഷം മാത്രമാണ് ഇത് കഴിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ വല്ലാത്ത നെഞ്ചരിച്ചിലും പുകച്ചിലും ഒക്കെ നമുക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് ഭക്ഷണശേഷം മാത്രം ഈ ഒരു റെമഡി ചെയ്തു കൊടുക്കുക. രണ്ടാമത്തെ റെമഡി, 1 ടീസ്പൂൺ തേനിലേക്ക് 1/4 ടീസ്പൂൺ ഇരട്ടിമധുരത്തിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ കറുവാപ്പട്ട സിന്നമൺ പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇത് ദിവസത്തിൽ 2-3 പ്രാവശ്യം കഴിക്കാവുന്ന ഒരു റെമഡിയാണ്. ഇത് നല്ല ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളവയാണ് ഈ ഓരോ ചേരുവകളും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ചുമ കുറയാനായിട്ട് ഇത് സഹായിക്കും. മൂന്നാമത്തെ റെമഡി, മഞ്ഞളും വെളുത്തുള്ളിയും പാലിൽ ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 അല്ലി വെളുത്തുള്ളിയും കൂടെ 1 ഗ്ലാസ് പാലിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. പാല് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്ക് തീ ഓഫ് ചെയ്ത് വെക്കുക, എന്നിട്ട് മൂടി വെക്കുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതെടുത്തിട്ട് അതിനകത്ത് ആ വെളുത്തുള്ളിയുടെ അല്ലി എടുത്ത് മാറ്റി കളഞ്ഞിട്ട് ഈ പാല് നമുക്ക് ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാവുന്നതാണ്. ഇത് നമ്മൾ ദിവസവും രാത്രിയിൽ കുടിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നാലാമത്തെ റെമഡി, 1 ടീസ്പൂൺ ആടലോടകത്തിൻ്റെ നീര്, ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ചിറ്റാമൃതത്തിൻ്റെ നീര്. ഇനി ഈ 2 നീരുകളും ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട, തുളസിയുടെ നീരും അതല്ലെങ്കിൽ പനിക്കൂർക്കയിലയുടെ നീരും ഉണ്ടെങ്കിൽ ഇതും ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഇതിൽ ഉള്ളത് ഏതാണെന്ന് വെച്ചാൽ എടുക്കാം. എന്നിട്ട് അത് 1 ടീസ്പൂൺ തേനിൽ ചേർത്തിട്ട് കഴിക്കുന്നത് 2-3 നേരം നമുക്ക് കഴിക്കാവുന്നതാണ്. വളരെ നല്ലതാണ് ചുമ മാറി കിട്ടാനായിട്ട്. ഇനി തേനും ഇല്ലെങ്കിൽ നമുക്ക് ഈ നീരുകൾ 1/2 ഗ്ലാസ് ചെറു ചൂടുള്ള വെള്ളത്തിൽ ചേർത്തിട്ടും അങ്ങനെ കഴിക്കാവുന്നതാണ്. അഞ്ചാമത്തെ റെമഡി, നല്ലൊരു സ്പൈസ് ടീക്ക് ഒരുപാട് സഹായിക്കാൻ പറ്റും. അപ്പോൾ സ്പൈസ് ടീ തയ്യാറാക്കാം. അതിനായിട്ട് 1/2 ടീസ്പൂൺ ചുക്കുപൊടി, അതല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1-2 ഗ്രാമ്പൂ, ഒരു 2-3 നുള്ള് കറുവാപ്പട്ട പൊടിച്ചതും കൂടെ ചേർത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചേർത്തിട്ട് നന്നായി തിളപ്പിക്കുക, അരിച്ചെടുക്കുക. എന്നിട്ട് ഇത് ചെറു ചൂടോടെ കുടിക്കാവുന്നതാണ്. വളരെ നല്ലതാണ്. മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് തേന് അതല്ലെങ്കിൽ ശർക്കരയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു സ്പൈസ് ടീ ഉണ്ടാക്കിയിട്ട് നമുക്ക് ദിവസവും 2 നേരം കഴിക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് കഫത്തെ അലിയിപ്പിച്ച് പുറത്തേക്ക് കളയാനായിട്ട് സഹായിക്കും. രാത്രി കിടന്നു കഴിയുമ്പോഴായിരിക്കും മിക്കവർക്കും ചുമ കൂടി വരുന്നത്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, മ്യൂക്കസ് മൂക്കിൽ നിന്ന് തൊണ്ടയിലേക്ക് ഇറങ്ങി വരുന്നത് കൊണ്ടാണ് രാത്രി നമ്മൾ കിടക്കുമ്പോൾ വല്ലാത്ത ചുമ കൂടുതലായിട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തല കുറച്ച് ഉയർത്തി വെച്ചതിന് ശേഷം കിടക്കുന്നത് വളരെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് വളരെ നന്നായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു യൂസ്ഫുൾ എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.